ഗൈസ്, നമ്മുടെ 10ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ, യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന ചാപ്റ്റർ. വളരെ കുറെ കുട്ടികൾ അറിയുന്നു സാറേ ഞങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റുന്നില്ല, ഈ ചാപ്റ്ററിന്റെ ഒരു ഫുൾ റിവിഷന്റെ ചെറിയൊരു കോണ്ടന്റ് വീഡിയോ ഞങ്ങൾക്കൊന്ന് റെഡിയാക്കി തരുമെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതുവരെ ഈ ചാപ്റ്റർ പഠിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും സിമ്പിളായ രൂപത്തിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യാണ്. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കുന്നത് പഠിച്ചോളൂ, വന്നോളൂ, കണ്ടോളൂ, പഠിച്ചോളൂ, ഫുൾ മാർക്ക് നേടിക്കോളൂ. അപ്പൊ നമ്മളെ ചാപ്റ്റർ ഏതാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ. ഈ ചാപ്റ്ററിൽ പഠിക്കാൻ മക്കൾ ആകത്തുള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റത്തെ ഏരിയയാണ് ലിവർ. മലയാളം മീഡിയക്കാർ ഉത്തോലകം എന്ന് പറയും. എന്താ പറയുക? ഉത്തോലകം എന്ന് പറയുന്നത്. അപ്പൊ ലിവറാണ്. ആ ലിവർ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ലിവറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. അതായത് 1ാം വർഗ ഉത്തോലകം, 2ാം വർഗ ഉത്തോലകം, 3ാം വർഗ ഉത്തോലകം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളൂ. ഇത് സിമ്പിളാണ്, ശരിക്കും ഒറ്റയടിക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഫൽക്രമാണ്, ധാരമാണ് നടുവിൽ വരുന്നത്. ഇനി സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്? ലോഡാണ് സെൻറ്ററിൽ വരുന്നത്. ഇനി തേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ എഫേർട്ട്, യത്നമാണ് നടുവിൽ വരുന്നത്. ഇനി ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1, അതായത് 1 എന്ന് വരാം. ഇനി ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം. അപ്പോൾ 1 വരാം, 1നേക്കാൾ കൂടുതലാവാം, 1നേക്കാൾ കുറവാകാം. അത്ര ഉള്ളത് അവിടെ പഠിക്കാം. പിന്നെ എക്സാമ്പിളും പഠിച്ചാൽ മതി. ഇനി സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ അവിടെ എപ്പോഴും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1, 1നേക്കാൾ വലുതായിരിക്കും ഓർത്ത് വയ്ക്കുക. അതിൻ്റെ എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. അതൊക്കെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. ഞാൻ ആദ്യം എത്ര ഉള്ളൂ എന്ന് വെറുതെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. തേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും, 1നേക്കാൾ കുറവായിരിക്കും. യാന്ത്രിക ലാഭം. അപ്പൊ എങ്ങനെയാണ് അതൊക്കെ വരുന്നതെന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഓരോ ചിത്രത്തിലൂടെ ഞാൻ എന്ത് ചെയ്യും, വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. നിങ്ങളൊരു ഒറ്റ തവണ കാണുക, രണ്ടാമത് കാണുമ്പോൾ നിങ്ങൾ അത് പഠിക്കും. അപ്പൊ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1ാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ ഈ 3 ചിത്രം നമുക്ക് മനസ്സിലാണ്. ഈ 3 ചിത്രത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണുന്നുണ്ടോ? സാറേ 1ാമത്തെ പ്രത്യേകത സെന്ററിൽ ഫൽക്രം വന്നു, അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഓർഡർ അല്ലേ? അതന്നെയാണ്. സാറേ 2ാമത്തെ പ്രത്യേകത, അവിടെയും സെൻട്രൽ സാർ ഫൽക്രം വന്നു, ഇവിടെയും സെൻട്രൽ ഫൽക്രം. അപ്പൊ ഈ 3 ചിത്രങ്ങൾ എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്, 1ാം വർഗ ഉത്തോലകാണെന്ന് ഓർത്തിരിക്കാം. ഉത്തോലകം ലിവർ എന്ന് നോക്കാൻ ഒരു റിജിഡ് ബോഡിയാണ്. ഫൽക്രത്തെ ആധാരമാക്കി ഇരുവശങ്ങളിലേക്ക് ഇങ്ങനെ ചലിക്കാൻ പറ്റുന്ന ഒരു റിജിഡ് ദൃഢദണ്ഡാണ് നമ്മളെ ലിവർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഓർഡർ ലിവറിൽ ഈ 3 ചിത്രത്തിലുള്ള പ്രത്യേകത ഞാൻ പറയാൻ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിൽക്കരുത്, ശരിക്കും കേട്ടോളി, പഠിച്ചോളൂ. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ. ലാസ്റ്റ് ചാപ്റ്റർ ഇത് മാത്രങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ നോക്കിക്കോളൂ. ഫസ്റ്റ് ചിത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഫൽക്രം സെൻറ്ററിൽ വന്നു, അതുകൊണ്ട് ഒരു കൺഫ്യൂഷനും വേണ്ട. അത് ഏതാണ്? അത് ഫസ്റ്റ് ഓർഡർ ആണ്. ഇവിടെയും നമുക്ക് എന്താണ്? ഫൽക്രം സെൻറ്ററിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഏതാണ്? അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ചിത്രത്തിൽ എല്ലാ ഭാഗത്തും ഫൽക്രം സെൻറ്ററിൽ വന്നു. പക്ഷെ ആ ഫൽക്രത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ കറക്റ്റ് സെൻറ്ററിലാണ് വന്നത്. ഇവിടെ എന്ത് ചെയ്തു? ലോഡിനോട് ചേർന്നിട്ട് വന്നു. ഇവിടെയോ എഫേർട്ടിനോട് ചേർന്ന് വന്നു. പക്ഷെ ഇവിടെ എപ്പോഴും എന്താണ്? ബിറ്റ്വീൻ, എല്ലാം മാഞ്ഞു അല്ലേ? ഇവിടെ ഓൾറെഡി എന്താണ്? ബിറ്റ്വീൻ ഇ ആൻഡ് എൽ, അതായത് യജ്ഞത്തിനും അതേപോലെ തന്നെ രോധത്തിനും ഇടയിലാണ് ഫൽക്രം വന്നത്. അതുകൊണ്ട് ഇത് ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഫസ്റ്റ് ഓർഡർ ആണ്, 1ാം വർഗ ഉത്തോലകാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ അളക്കുന്നത് ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ്. എപ്പോഴും നമ്മൾ അളക്കുന്നത് എങ്ങനെയാണ്? ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, പേനിന്റെ കട്ടി ഒന്ന് കുറയ്ക്കട്ടെ. നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എൽ എ, അതായത് ലോഡാം എന്നാണ് പറയുക, അതായത് രോധഭുജം എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഇ എ എന്ന് പറയുന്നു. അതായത് ഇ എ എന്ന് പറഞ്ഞാൽ യജ്ഞഭുജം, അതായത് എഫേർട്ടാം എന്ന് പറയുന്നു. ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇ എ ഈസ് ഈക്വൽ ടു എൽ എ എന്ന് എഴുതാം. ഇ എ ഈസ് ഈക്വൽ ടു എൽ എ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ, ഇതൊരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. എൽ എ ഇതും ഒരു 10 സെൻറ്റിമീറ്റർ ആണ് വിചാരിക്കുക. കറക്റ്റ് സെൻറ്ററിലല്ലേ? അപ്പോൾ ഇതും 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ, ഇതും 10 സെൻറ്റിമീറ്റർ, അപ്പോൾ രണ്ടും തുല്യല്ലേ? അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഴുതുമ്പോൾ എം എ ഈക്വൽ ടു ഇ എ ബൈ എൽ എ എന്നാണ് എഴുതുക. രണ്ടും 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എൻ്റെ മക്കൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടൂലേ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളൂ? ഫൽക്രം കറക്റ്റ് സെൻറ്ററിൽ വന്നാൽ
ഫൽക്രം, ഞാൻ പറയുന്ന ഡയലോഗും ശ്രദ്ധിക്കണം മക്കൾ, എങ്ങനെ ശ്രദ്ധിച്ചോളൂ. എന്താണ് ഫൽക്രം കറക്റ്റ് സെന്ററിൽ വന്നാൽ എൽഎയും ലോഡാമും അതേപോലെ തന്നെ ഇഎയും എഫേർട്ടാമും തുല്യമായാൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1 വരും. അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1 വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് 1 വരും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം 1 വരും. ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കോട്ടെ മക്കളെ, രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെയാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? ലോഡ് ഫൽക്രം തൊട്ടടുത്താണ്. അപ്പോൾ ലോഡാമിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൽഎ. ഇനി എഫേർട്ടാം എന്ന് പറഞ്ഞാൽ ഇവിടെ വലുതാണ്, ഇഎ എന്ന് പറഞ്ഞാൽ ഇവിടെ വലുതാണ് അല്ലേ. ലോഡാം ചെറുതാണ്, എഫേർട്ടാം യജ്ഞഭുജം വലുതാണ്, അതേപോലെ തന്നെ എന്താണ് രോധഭുജം ചെറുതാണെന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ MA ഈക്വൽ ടു EA ബൈ LA. ഇവിടെ EA വലുതാണ്. EA വലുതായാൽ സ്വാഭാവികമായിട്ടും EA വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും. നമുക്കറിയാം അല്ലേ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തെങ്കിലും കൂടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഡിസ്റ്റൻസ് ഒരു 2 സെന്റിമീറ്റർ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഈ ഡിസ്റ്റൻസ് എത്ര? 2 സെന്റിമീറ്റർ. ഇനി എഫേർട്ടാം എത്രയാണ്? ഒരു 10 സെന്റിമീറ്റർ വന്നു വിചാരിക്കുക. വെറുതെ ഒരു എക്സാമ്പിൾ പറയട്ടെ, 10 സെന്റിമീറ്റർ വന്നു വിചാരിക്കുക. അപ്പോൾ EA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10ഉം ബൈ LA എന്ന് പറഞ്ഞാൽ 2ഉം വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 5 എന്ന് കിട്ടി. ഒന്നിനേക്കാൾ വലിയ സംഖ്യ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ അതായത് ചില സമയത്ത് എന്തു സംഭവിക്കും? ഫസ്റ്റ് ഓർഡറിൽ തന്നെ ഗ്രേറ്റർ ദാൻ 1 വരും, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങളവിടെ പഠിക്കേണ്ടത്. എന്താ പഠിക്കേണ്ടത്? ചില സമയത്ത് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ഒന്നിനേക്കാൾ കൂടുതൽ വരാൻ കാരണം അവിടെ ഏത് കൂടുതലാണ്? EA കൂടുതലാണ്. EA കൂടുതൽ എന്ന് പറഞ്ഞാൽ യജ്ഞഭുജം കൂടുതലായി കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒന്നിനേക്കാൾ കൂടും എന്ന് ഓർത്ത് വയ്ക്കുക. സെറ്റാണല്ലോ മക്കളെ, കുഴപ്പമൊന്നുമില്ലല്ലോടാ. ബുദ്ധിമുട്ടുള്ളത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇതാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത നോക്കിക്കോട്ടോ, ഇവിടെ യജ്ഞത്തിനോട് ചേർന്നിട്ടാണ് ഫൽക്രം വന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? EA. ഈ ഡിസ്റ്റൻസ് എന്താണ്? EA. ഈ ഡിസ്റ്റൻസ് എന്താണ്? EA എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? LA. ഇവിടെ LA അല്ല വളരെ കൂടുതൽ, EA വളരെ കുറവല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ EA ബൈ LA. താഴത്തെ വളരെ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് ചെറിയ സംഖ്യയിൽ വരുള്ളൂ. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1. മക്കളെ, ഈ 3 ചിത്രത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഫൽക്രം സെൻട്രലാണ്, അത് ഫസ്റ്റ് ഓർഡർ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാരണം ഗൈസ്, ഇവിടെ EAയും അതേപോലെ തന്നെ LAയും രോധഭുജവും യജ്ഞഭുജവും തുല്യമാണെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് യാന്ത്രിക ലാഭം ഒന്നായിരിക്കും. ഇപ്പം തന്നെ പഠിച്ചോളൂ. ഇനി രണ്ടാമത്തത്, EA വളരെ കൂടുതലാണ്, LA കുറവാണെങ്കിൽ നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ യജ്ഞഭുജം കൂടുതലാണെങ്കിൽ, യജ്ഞഭുജം കൂടിക്കഴിഞ്ഞാൽ, എഫേർട്ടാം കൂടിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുന്നു. അത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ലാസ്റ്റ് ചിത്രം എന്ന് പറഞ്ഞാൽ, ഇത് ഒക്കെപ്പാടെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് ചിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ EA വളരെ ചെറുതാണ്, പക്ഷേ LA എന്താണ്? വളരെ കൂടുതലാണെന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ പ്രകാരം താഴത്തെ സംഖ്യ വലുതായി കഴിഞ്ഞാൽ എപ്പോഴും ചെറിയ സംഖ്യ കിട്ടുള്ളൂ. അപ്പോൾ ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ ഈ 3 കേസും പഠിക്കണം മക്കളെ. ഫസ്റ്റ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 കേസും പഠിക്കണം. അതായത് ഫസ്റ്റ് ഓർഡറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് എഴുതി വെക്കട്ടെ, ഒന്ന് ഓർത്തിച്ചോളൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു 1 വരാം, ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം. ഈ ഒരു സിറ്റുവേഷനുകൾ മനസ്സിലാക്കണം. ഈക്വൽ ടു 1 വന്നാൽ യാന്ത്രിക ലാഭം 1 ആണെങ്കിൽ യജ്ഞഭുജവും രോധഭുജവും തുല്യമായിരിക്കും, എഫേർട്ടാമും ലോഡാമും ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇനി യാന്ത്രിക ലാഭം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ EA യജ്ഞഭുജം കൂടുതലായിരിക്കും. ഇനി യാന്ത്രിക ലാഭം ലെസ് ദാൻ 1 ആണെങ്കിൽ അവിടെ LA രോധഭുജം എന്ത് ചെയ്യും? വളരെ കൂടുതലായിരിക്കും. ഇത്ര ഉള്ളടാ ഇതിൽ പഠിക്കാൻ ഫസ്റ്റ് ഓർഡറിൽ. അപ്പോൾ അത് ഇനി എല്ലാ ഏരിയയും കിട്ടി. ഇനി ഇതിൽ ഏത് ടേബിൾ എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഇനി അപ്പോൾ അതിന് എക്സാമ്പിളോടും പഠിക്കുക. ഫൽക്രം സെൻട്രൽ വരുന്നു, ഇതാണ് ഫൽക്രം, ഇതാണ് ഫൽക്രം. അപ്പോൾ ഫൽക്രം സെൻറ്ററിൽ വന്നുകൊണ്ട് ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അപ്പോൾ എക്സാമ്പിൾ പേരുകൾ പഠിച്ചു വെക്കണം. ഇനി രണ്ടാമത്തെ സെക്കൻഡ് ഓർഡറിൻ്റെ ചിത്രത്തിലേക്ക് നോക്കാം മക്കളെ. സെക്കൻഡ് ഓർഡർ ചിത്രത്തിലേക്ക് നോക്കുക. എന്താണ് പ്രത്യേകത? ലോഡാണ് നടുവിൽ വന്നത്. ലോഡ് നടുവിൽ വന്നാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട. ലോഡ് നടുവിൽ വന്നാൽ എന്താ സംഭവിക്കുക?
ലോഡ് നടുവിൽ വന്ന എന്താ സംഭവിക്കുക? അത് സെക്കൻഡ് ഓർഡർ ആണ് ഓർത്ത് വയ്ക്കുക. ലോഡാണ് നടുവിലെങ്കിൽ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കോളൂ. ഇതിനെ ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് ലോഡാം. അങ്ങനെയെങ്കിൽ ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് ഇ എ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇ എ വലുതാണ്. ഇ എ എന്താണ്? വലുതാണ്. മാഞ്ഞുപോയോ? ഓക്കെ. അപ്പൊ ഇവിടെ ഇ എ എന്തായിരിക്കണം? വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയുള്ളൂ എന്താണ്? ഈ ഒരു സെക്കൻഡ് ഓർഡറിൽ എപ്പോഴെന്താണ്? എഫേർട്ട് ആം വളരെ കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ ലോഡാം എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇ എ ബൈ ഇ എൽ എ. അവിടെ ഇ എ കൂടുതലാണ്, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഓർഡറിൽ നിങ്ങൾ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സെക്കൻഡ് ഓർഡർ ലോഡ് സെൻറ്ററിൽ വരുന്നു ഓർത്തിരിക്കാം. അപ്പോൾ ലോഡിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരമാണ് ലോഡാം, രോധഭുജം. ഇനി ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇ എ. അപ്പോൾ ഈ ചിത്രത്തിലേക്ക് യജ്ഞഭുജം എപ്പോഴും കൂടുതലാണ്. അപ്പൊ സെക്കൻഡ് ഓർഡർ ഗ്രേറ്റർ ദാൻ 1 വരാൻ കാരണം, സെക്കൻഡ് ഓർഡർ യാന്ത്രിക ലാഭം ഒന്നിനേക്കാൾ കൂടുതൽ വരാൻ കാരണം അവിടെ എപ്പോഴും ഏത് കൂടുതലാണ് മക്കളെ? ഇത് പഠിച്ചേക്ക്. യജ്ഞഭുജം കൂടുതലാണ്, എഫേർട്ടാം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 വരുന്നത്. അത്ര ഉള്ള അവിടെ പഠിക്കാം. അങ്ങനെ ഇതാ ഈ ചിത്രത്തേക്ക് ലോഡ് സെൻറ്ററിൽ വന്നു. അപ്പോൾ ഇതാണ് ലോഡ് സെൻറ്ററിൽ വന്നു. ഇവിടെ ലോഡ് സെൻറ്ററിൽ വന്നു. ഇവിടെ എന്ത് ചെയ്തു? ലോഡ് സെൻറ്റർ. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കൂടുതൽ ഓർത്ത് വയ്ക്കുക. അങ്ങനെയൊക്കെ തേർഡ് ഓർഡറിൻ്റെ പ്രത്യേകത എന്താണ്? തേർഡ് ഓർഡറിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ദൂരം, ഫൽക്രത്തിൽ നിന്ന് കളറൊന്ന് മാറ്റി പിടിക്കുക അല്ലേ. ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ദൂരം ഇ എ. കണ്ടില്ലേ? ഇ എ ചെറുതാണ്. അടുത്ത ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരം എൽ എ വലുതാണ്. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇ എ ബൈ എൽ എ. ഇവിടെ എൽ എ കൂടുതലാണ്. താഴത്തെ ഡിനോമിനേറ്റർ വളരെ കൂടുതലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, ലെസ് ദാൻ 1. അപ്പൊ ഇവിടെ ആകെ പഠിക്കേണ്ട എന്താണ്? സെന്ററിൽ ആര് വന്നു? എഫേർട്ട് വന്നു. എഫേർട്ട് സെന്ററിൽ വന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യജ്ഞഭുജം അതായത് എഫേർട്ടാം ചെറുതാണ്, അവിടെ ലോഡാം രോധഭുജം വലുതാണ്. അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, എന്ത് ഒരു തേർഡ് ഓർഡറിൽ എപ്പോഴും ലെസ് ദാൻ 1 വരാൻ കാരണം എന്താ? അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക എന്താണ്? അവിടെ ലോഡാം എപ്പോഴും കൂടുതലാണ്. ഒരു സെക്കൻഡ് ഓർഡറിൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 വരാൻ കാരണം എന്താണ്? അവിടെ എപ്പോഴും എഫേർട്ടാം കൂടുതലാണ്, യജ്ഞഭുജം കൂടുതലാണ്. അപ്പം അങ്ങനെ തിരിച്ചും ഫസ്റ്റ് ഓർഡറിൽ നമ്മൾ 3 സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം എന്താ? ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓർഡർ നില, ലിവർ നില എല്ലാ ഏരിയയും തീർന്നു. അതിന് എക്സാമ്പിൾ നോക്കുക. അവിടെ സെൻട്രൽ എഫേർട്ട് ഇവിടെയാണ് നമ്മൾ പിടിക്കുക. അപ്പോൾ എഫേർട്ട് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ നമ്മൾ പഠിച്ചു. അത് സെറ്റായി കേട്ടോ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത പ്രിൻസിപ്പിൾ ഓഫ് ലിവർ ആണ്. ഉത്തോലക തത്വം എന്ന് പറയും. എന്താ പറയുക? ഉത്തോലക തത്വം. ഈ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ, ഉത്തോലക തത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളൂ. എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതാ ഇവിടെ ഞാനൊരു സ്കെയിൽ എന്ത് ചെയ്തു? കറക്റ്റ് സെൻറ്ററിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി വെച്ചു. കറക്റ്റ് സെൻറ്ററിൽ കെട്ടിത്തൂക്കി കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഇതിനെ നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് അത് നിൽക്കുന്നത് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്തു അറിയോ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ലോഡ് ഇങ്ങനെ തൂക്കിയിട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ അത് ചെരിഞ്ഞു നിൽക്കും. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതേ ഡിസ്റ്റൻസിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു? മറ്റൊരു വെയിറ്റും അവിടെ വെച്ചു. അതിനെ ഞാൻ എഫേർട്ട് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ലോഡാം എന്ന് പറയും, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എഫേർട്ടാം എന്ന് പറയും. ഇനി അതോടൊപ്പം തന്നെ ഇതൊരു എക്സാമ്പിൾ ഒരു 50 ഗ്രാം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 50 ഗ്രാം. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ നിന്നു. ഇനി ഉത്തോലക തത്വം എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എത്ര ഉള്ളൂ. എടാ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഭാഗത്ത് ഗുണിച്ചാൽ കിട്ടുന്നതും ഈ ഭാഗത്ത് ഗുണിച്ചാൽ കിട്ടുന്നത് തുല്യമായ മതി. അത്ര ഉള്ളൂ. അപ്പോൾ നോക്കുക, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ഈ ഒരു ഡിസ്റ്റൻസ് ഒരു 10 സെൻറ്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് എത്ര? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഡിസ്റ്റൻസും 10 സെൻറ്റിമീറ്റർ, രണ്ടും 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഗുണിക്കുകയാണ്. 50 ഗുണിക്കണം അവിടുത്തെ ലെങ്ത് 10 ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് വരും?
50 ഗുണിക്കണം ഇപ്പുറത്തെ ലെങ്ത് 10. അപ്പൊ ഇവിടെയും നമുക്ക് 500 കിട്ടി. അങ്ങനെയെങ്കിൽ ഇപ്പുറത്തും നമുക്ക് 500 കിട്ടി. അപ്പൊ രണ്ട് ഭാഗം ഈക്വലായി മാറിയില്ലേ? അതാണ് ഉത്തോലക തത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡാം. അത്ര ഉള്ളടാ. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? ഇത്ര ഉള്ളു. അപ്പൊ എങ്ങനെ എഴുതുക? ഞാൻ ഇവിടെ നിന്ന് എഴുതിയേക്കാം. ദാ കളർന്ന് മാറ്റി പിടിക്കുക. ഒരു വൈറ്റ് എടുക്കട്ടെ. ദാ അപ്പൊ എന്ത്? ഇവിടുത്തെ എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ഈസ് ഈക്വൽ ടു യജ്ഞം ഇൻറ്റു യജ്ഞഭുജം ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ എന്താണ്? രോധം ഇൻറ്റു രോധഭുജം, ലോഡ് ഇൻറ്റു ലോഡാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ലോഡ് ഇൻറ്റു ലോഡാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഉത്തോലക തത്വം എന്ന് പറയാം. അപ്പൊ ഇത്ര ഉള്ളു. അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ എഫേർട്ടും ഈ എഫേർട്ടാമും തമ്മിൽ ഗുണിക്കുക. ആ കിട്ടുന്ന അതേ സംഖ്യ തന്നെ ആയിരിക്കും ഇവിടെയുള്ള ലോഡും ലോഡാമും തമ്മിൽ ഗുണിച്ചാൽ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിനെ നമ്മൾ ലിവർ പ്രിൻസിപ്പിൾ എന്ന് പറയാ, ഉത്തോലക തത്വം എന്ന് പറയാ. അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യമൊക്കെ വരുന്നത് അറിയും. ഇവിടുത്തെ ലോഡ് ഈ 50 നിങ്ങൾക്ക് അറിയും, അല്ലെങ്കിൽ ഇവിടുത്തെ എഫേർട്ട് എത്രയെന്ന് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എഫേർട്ട് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബാക്കിയുള്ളതൊക്കെ തന്നിട്ടുണ്ടാവും. ഇവിടെ 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടാവും, ഇവിടെയും 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടാവും, ഇവിടെ ചിലപ്പോൾ ഒരു 50 തന്നിട്ടുണ്ടാവും. ഇവിടുത്തെ എത്രയും കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കണ്ടെത്താം. ഇ ഈസ് ഈക്വൽ ടു, ഇ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ എനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എൽ ഇൻറ്റു എൽ എ ബൈ ഇ എ. അപ്പോൾ ഈ ഇക്വേഷനിൽ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടെത്താം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ എന്ന് പറഞ്ഞാൽ മക്കളെ ഇത്ര ഉള്ളു പഠിക്കാനും. ഇനി അടുത്ത് ഫിക്സഡ് പുള്ളി, അതേപോലെ തന്നെ മൂവബിൾ പുള്ളിയും, ചലിക്കുന്ന കപ്പിയും, അതേപോലെ തന്നെ നിശ്ചലമായിട്ടുള്ള ഉറപ്പിച്ച കപ്പിയുമാണ്. അപ്പോൾ ചലിക്കുന്ന കപ്പിയും ഉറപ്പിച്ച കപ്പിയും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉറപ്പിച്ച കപ്പി എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് നോക്കണം. മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ സ്പീഡിൽ പറയുന്നത് എന്താ വെച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കറക്റ്റ് പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആർക്കും ഒരു കുഴപ്പം, ബുദ്ധിമുട്ടും, മനപ്രയാസം ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ എങ്ങനെ പഠിക്കും? ഒരു 2-3 തവണ നിങ്ങൾ കേൾക്കണേ. നോക്കിയോളൂ, ഈ ചിത്രത്തിൽ ആരാണ് സെൻട്രൽ വന്ന്? സെൻട്രൽ ആരാ വന്ന്? ഫൽക്രം വന്നു. സെൻട്രൽ ഫൽക്രം വന്നുകൊണ്ട് ഫൽക്രം സെൻറ്ററിലാണെങ്കിൽ അത് ഏത് ഓർഡറായി? അത് ഫസ്റ്റ് ഓർഡറായി നോർത്തേക്ക്. അത് 1ാം വർഗമായി. ആദ്യത്തെ പോയിന്റ് കിട്ടി. രണ്ടാമത്തെ പോയിന്റ് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതായത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഏതും ഇ എ എന്ന് പറയും. ഇങ്ങോട്ടുള്ളതിന് എന്ത് പറയാം? എൽ എ എന്ന് പറയാം. അത് രണ്ടും എന്താണ്? അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇ എ ഈക്വൽ ടു എൽ എ. യജ്ഞഭുജവും രോധഭുജവും ഇവിടെ തുല്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്ന എഫേർട്ട്, ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 50 ന്യൂട്ടൺ കൊടുത്തു വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഒരു 50 ന്യൂട്ടൺ നമുക്ക് ഉയർത്താൻ പറ്റും. അതുകൊണ്ട് ഇവിടുത്തെ ലോഡ് എങ്ങനെയായിരിക്കും? ലോഡ് ഈക്വൽ ടു എഫേർട്ട്. ലോഡും എഫേർട്ടും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒക്കെ ഇ എ ഈക്വൽ ടു അല്ലേ? ലോഡും എഫേർട്ടും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു 1 വരുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫിക്സഡ് പുള്ളി, ഉറപ്പിച്ച കപ്പി എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്. അതുകൊണ്ട് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആണെന്ന് ഓർത്ത് വയ്ക്കുക. യജ്ഞഭുജവും രോധഭുജവും എഫേർട്ടാമും ലോഡാമും ഈക്വൽ ആണ്. നിങ്ങൾ ഇവിടെ എത്ര ഫോഴ്സ് കൊടുക്കുന്നു അതേ ഫോഴ്സ് നമുക്ക് ഉയർത്താൻ പറ്റും. അതുകൊണ്ട് ലോഡും എഫേർട്ടും അവിടെ എന്താണ്? ഈക്വൽ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ കപ്പിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ഡയറക്ഷൻ, ദിശ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫിക്സഡ് പുള്ളിയിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ട ഇത്ര ഉള്ളൂ. ഏതൊക്കെയാണ്? ഫൽക്രം സെൻട്രൽ ഒന്നുകൊണ്ട് അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. എഫേർട്ടാമും ലോഡാമും ഈക്വൽ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് ലോഡും എഫേർട്ടും രോധവും യജ്ഞവും തുല്യമായിരിക്കും. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജും ഈക്വൽ ആയിരിക്കും, 1 ആയിരിക്കും. അതിൽ എന്തിനു പറ്റുന്നു? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഞാൻ എല്ലാ പോയിന്റും ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഇനി അടുത്ത മൂവബിൾ പുള്ളി എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന കപ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ സെൻറ്ററിൽ ആര് വന്നു? ഈ ചിത്രത്തിലേക്ക് നോക്കുക. സെൻറ്ററിൽ ആര് വന്നു? ലോഡ് വന്നു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് സെൻറ്ററിൽ ലോഡ് വന്നാൽ അത് സെക്കൻഡ് ഓർഡർ ആണെന്ന് ഓർത്തു വയ്ക്കുക. സെൻറ്ററിൽ ലോഡ് വന്നാൽ അത് സെക്കൻഡ് ഓർഡർ ആണ്. അങ്ങനെയെങ്കിൽ ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇ എ. ഇനി അടുത്ത് ലോഡിൽ നിന്ന് എങ്ങോട്ടാണ്? ലോഡിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എൽ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കപ്പിയായിട്ട് നമ്മൾ സങ്കല്പിച്ചത് റൗണ്ട് ആണ്. അപ്പോൾ ഈ എൻഡ് മുതൽ ഇങ്ങോട്ട് വരെ അതിന് ഡയമീറ്റർ, വ്യാസം എന്നൊക്കെ പറയും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇ എ എന്ന് പറഞ്ഞാൽ അത് ഡയമീറ്റർ ആണ്. എന്താണ് ഡയമീറ്റർ?
വ്യാസമാണ്, ഓർത്തു വയ്ക്കുക. അങ്ങനെയെങ്കിൽ അടുത്തൊരു പോയിന്റ് LA എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ആരമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വ്യാസത്തിനെ നമുക്ക് 2 R കൊണ്ട് സൂചിപ്പിക്കാം, ആരത്തിനെ നമുക്ക് ഒരൊറ്റ R കൊണ്ട് നമുക്ക് സൂചിപ്പിക്കാം. അങ്ങനെ കിട്ടി. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ EA/LA. EA എന്ന് പറഞ്ഞാൽ 2R ആണ്, ബൈ LA എന്ന് പറഞ്ഞാൽ 6. ഈ 6ഉം 6ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 2 എന്ന് കിട്ടി. യാന്ത്രിക ലാഭം എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇനി അതോടൊപ്പം തന്നെ മൂവബിൾ പുള്ളി എന്താണ്? വിത്ത് ലോഡിൻ്റെ ഒപ്പം ഇങ്ങനെ ഇതെന്ത് ചെയ്യുന്നു? ഈ കപ്പീൻ്റെ ഒപ്പം തന്നെ ഈ ലോഡും എന്ത് ചെയ്യും? മുകളിലേക്ക് പോരും. ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ട, ഇവിടെ നോ എന്താണ്? ഗെയിൻ വർക്ക് ജസ്റ്റ് ഓർത്ത്. ഇവിടെ അതായത് യാന്ത്രിക ലാഭം 2 ആണെങ്കിലും ടോട്ടൽ പ്രവൃത്തിയിൽ വർക്കിൽ എന്തില്ല? അവിടെ ഒരു ലാഭം ഉണ്ടാവില്ല. ഇതാണ് നിങ്ങൾ ഫിക്സഡ് പുള്ളിയിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഫിക്സഡ് പുള്ളി പറഞ്ഞാൽ ചിത്രത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഞാൻ സൂം ചെയ്ത് പറഞ്ഞുതരാം. ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് EA എപ്പോഴും കൂടുതലാണ്. ഇനി ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് LA, അത് എപ്പോഴും കുറവാണ്. അപ്പോൾ ഇതൊരു വൃത്തമായിട്ട് സങ്കല്പിച്ചതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ EA എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, അതുകൊണ്ടാണ് 2R എടുത്തിട്ടുള്ളത്. ഇനി LA എന്ന് പറഞ്ഞാൽ ആരമാണ്, അതുകൊണ്ടാണ് 6 ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ EA/LA 2R/6, 6ഉം ക്യാൻസൽ ചെയ്ത് 2 എന്ന് കിട്ടി. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളി, മൂവബിൾ പുള്ളി ചലിക്കുന്ന കപ്പി എന്ന് പറഞ്ഞാൽ അത് 2ാം വർഗമാണ്, അതുകൊണ്ട് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും 2 ആണ്, യാന്ത്രിക ലാഭവും 2 ആണ്. സെറ്റാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വീൽ ആൻഡ് ആക്സിൽ. മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അത്രേ ഉള്ളൂ. ഇതാണ് വീല്, അതോടൊപ്പം ഇതാണ് ആക്സിൽ. നമ്മൾ ഈ വീൽ ഒറ്റ പ്രാവശ്യം കറക്കുമ്പോൾ ഈ ആക്സിൽ എന്ത് ചെയ്യുന്നു? ഒന്നിൽ കൂടുതൽ തവണ കറങ്ങും. അപ്പോൾ ഇതിനെ നമ്മൾ ഒറ്റ തവണ ഇങ്ങനെ കറക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ലോഡ് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട്, അല്ലെങ്കിൽ ബക്കറ്റ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഈ കയറുതിൽ ഇങ്ങനെ ചുറ്റും, അല്ലേ? ആ വലിയ ചക്രം ഒറ്റ തവണ കറങ്ങുമ്പോൾ ചെറിയ ആക്സിൽ ഒന്നിൽ കൂടുതൽ തവണ കറങ്ങുന്നു. അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്താൻ ഒറ്റ തവണ റൊട്ടേറ്റ് ചെയ്യാൻ ഇതിന് 2πr വരും. അതായത് ഇതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ, വലിയ വീലിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. ചെറിയ ആക്സിലിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ r ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഒറ്റ തവണ കറങ്ങാൻ 2πr ആണ്. ഇൻറ്റു എന്ത് വരും? 2πr ഇൻറ്റു ഇവിടെ എഫേർട്ട് കൊടുക്കുന്നു. ഇവിടെ എന്ത് കൊടുക്കുന്നു? ഒരു എഫേർട്ട് കൊടുക്കുന്നു. കാണില്ലല്ലേ, കളർ മാറ്റി പിടിക്കുക. എഫേർട്ട് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് നോക്ക്, ഇവിടെ ആക്സിൽ ഒറ്റ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ 2πr ഇൻറ്റു അവിടെ ലോഡാണ് മുകളിലേക്ക് പൊങ്ങുന്നത്. അപ്പോൾ ഇവിടെയുള്ളതും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതെന്താണ്? L ഇൻറ്റു 2πr is equal to effort into 2πr. അതായത് ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു 2π ക്യാപിറ്റൽ R ബൈ 2π സ്മോൾ r എന്ന് വരും. ഇവിടെ 2πയും ക്യാൻസൽ ചെയ്യാം, അതുകൊണ്ട് ക്യാപിറ്റൽ R ബൈ സ്മോൾ r. അപ്പോൾ നിങ്ങൾ വീൽ ആൻഡ് ആക്സിൽ, ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും വീൽ ആൻഡ് ആക്സിൽ കാണുമ്പോൾ നിങ്ങളെ മനസ്സിൽ വെത്തേണ്ട ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രമാണ്. ഏതാണ് ഇക്വേഷൻ? MA ഈക്വൽ ടു ക്യാപിറ്റൽ R ബൈ സ്മോൾ r. MA ഈക്വൽ ടു ക്യാപിറ്റൽ R ബൈ സ്മോൾ r. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എപ്പോഴും ക്യാപിറ്റൽ R, ഈ വീലിൻ്റെ റേഡിയസ് വളരെ കൂടുതലാണ്. വീലിൻ്റെ റേഡിയസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും കൂടുതലായിരിക്കും, ഓർത്ത് വയ്ക്കുക. അപ്പോൾ വീൽ ആൻഡ് ആക്സിൽ നിങ്ങൾ പഠിക്കേണ്ടതുള്ള എന്താണ്? ആ വലിയ വീൽ ഒറ്റ തവണ കറങ്ങുമ്പോൾ ചെറിയ ആക്സിൽ ഒന്നിൽ കൂടുതൽ തവണ കറങ്ങുന്നു. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും കൂടുതലായിരിക്കും. കാരണം എന്താ? വീലിൻ്റെ റേഡിയസ് എപ്പോഴും വലുതാണ്. അപ്പോൾ R എപ്പോഴും വലുതാണ്, സ്മോൾ r ചെറുതാണ്. അപ്പോൾ വീലിൻ്റെ റേഡിയസ് വളരെ വലുതായതുകൊണ്ട് ക്യാപിറ്റൽ R കൂടിയാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജും യാന്ത്രിക ലാഭവും കൂടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ വന്നേക്കാം. ഇതിൻ്റെ ഈ ഒരു എക്സാമ്പിൾ, ഇതിൻ്റെ ഇപ്പോൾ ഇത് ഒരു 50 സെൻറ്റിമീറ്റർ ഡയമീറ്റർ തന്നു വിചാരിക്കുക. ഇതിൻ്റെ ആരം നമുക്കൊരു ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ തന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താ ചോദിക്കും? അപ്പോൾ നമുക്ക് M ഈക്വൽ ടു എന്താണ്? ക്യാപിറ്റൽ R ബൈ സ്മോൾ r. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വ്യാസം, ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എത്ര നമുക്ക് തന്നിട്ടുള്ളത്? D ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ആരം കാണുമ്പോൾ 50/2 നമുക്ക് 25 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ R സ്മോൾ r എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 5, ഇത് അവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ
ഇതിൻ്റെ മൊത്തം 50 തന്ന്. അപ്പോൾ അതിൻ്റെ റേഡിയസ് അതിൻ്റെ പകുതി 25 എന്ന് കിട്ടി. ഇതിൻ്റെ റേഡിയസ് നമുക്ക് 5 കിട്ടി. അങ്ങനെയെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാൻ MA = ക്യാപിറ്റൽ R ബൈ സ്മോൾ ആർ. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടി, ബൈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ 5 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ 5. ഇങ്ങനത്തെ ഒരു പ്രോബ്ലമൊക്കെ വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വീൽ ആൻഡ് ആക്സിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ക്യാപിറ്റൽ R ബൈ സ്മോൾ ആർ, ക്യാപിറ്റൽ R ബൈ സ്മോൾ ആർ എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഗിയർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗിയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ഈ ഒരു പോയിന്റ് മാത്രം ഓർത്ത് വയ്ക്കുക. ഇതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഇതിന് 2 പൽചക്രങ്ങളുണ്ട്. ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള 2 ടൂത്തഡ് വീൽ ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അതിൽ ഒരു വീൽ എന്ത് ചെയ്യുന്നു, അതിൻ്റെ എഞ്ചിൻ. ഇപ്പോൾ വലിയ വീല് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചെറിയ വീല് ആക്സിലുമായി കണക്ട് ചെയ്യും. നേരെ തിരിച്ച് ചെറിയ വീല് എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വലിയ ടൂത്തഡ് വീല് ആക്സിലുമായിട്ട് കണക്ട് ചെയ്യും. ആക്സിലായിട്ട് കണക്ട് ചെയ്യാൻ ചക്രവുമായിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ട എത്ര ഉള്ളൂ. ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ 2 പൽചക്രം, ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള 2 പൽചക്രങ്ങളുണ്ടായിരിക്കും. ഇതൊരു മെക്കാനിക്കൽ ഡിവൈസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. പകരം ഫോഴ്സ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സ്പീഡ് കൂടുന്നു, ഫോഴ്സ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈ 2 പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് ഒരു വണ്ടി എന്ത് ചെയ്യും, ഗിയർ ഇങ്ങനെ മാറ്റൂലേ, ഫസ്റ്റിലേക്ക് ഇട്ടേക്കണം. ഫസ്റ്റിലേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കയറ്റം കയറുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കുറയ്ക്കാം, പകരം എന്ത് കൂട്ടണം, ഫോഴ്സ് കൂട്ടണം. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യണം? ചെറുതിൽ നിന്ന് വലുതിലേക്ക് കണക്ട് ചെയ്യണം. സാധാ നിരപ്പായ റോഡിലൂടെ സ്പീഡിൽ പോകാമെന്ന് വിചാരിക്കുക. സ്പീഡിൽ പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം? വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്പീഡ് കൂടും, ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ടോർക്ക് എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ ഗിയർ എന്നുള്ള ഭാഗത്ത്. അപ്പോൾ അതും സെറ്റാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഇൻക്ലൈനഡ് പ്ലെയിൻ, ചെരിഞ്ഞ പ്രതലം. നമ്മൾ നല്ല വെയിറ്റുള്ളൊരു സാധനം ഈ ലോറിയിലേക്ക് എത്തിക്കാൻ നേരെ പൊക്കിയത് വെക്കാൻ ഭയങ്കര എഫേർട്ട് കൊടുക്കണം. അപ്പോൾ എഫേർട്ട് കുറയ്ക്കാൻ അങ്ങനെ ചെരിഞ്ഞ പ്രതലം വെക്കും. എന്നിട്ട് ഇതിലൂടെ നമുക്ക് നീക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ, സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ലോഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഹൈറ്റ്. ഈ ലോഡിനെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് പൊക്കി വെക്കാൻ ഭയങ്കര എഫേർട്ട് കൊടുക്കണം. നേരെ മറിച്ച് ഈ ചെരിഞ്ഞ പ്രതലത്തിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് കുറഞ്ഞ എഫേർട്ട് കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുരം കയറുന്ന സമയത്ത് നേരെ മുകളിലേക്ക്, ഒരു മലയുടെ മുകളിലേക്ക് നേരിട്ട് കയറി പോകുന്ന റിസ്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എയർപിൻ പോലെ ഇങ്ങനെ ചെരിഞ്ഞ് ഇങ്ങനെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് കൂടുന്നു? അവിടെ എന്ത് കൂടുന്നു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുന്നു, യാന്ത്രിക ലാഭം കൂടുന്നു. അപ്പോൾ നിങ്ങളിവിടെ ആകെ പഠിക്കേണ്ട എത്ര ഉള്ളൂ? MA = L/H. ഇതാണ് ഇക്വേഷൻ. ഇൻക്ലൈനഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി എത്തേണ്ട ഇക്വേഷൻ എന്താണ്? L/H. ഈ L എന്ന് പറഞ്ഞാൽ ഈ ചെരിവാണ്, ഈ ഇൻക്ലൈനഡ് പ്ലെയിൻ ആണ്. ഇതിന്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടും. അപ്പോൾ എഫേർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും എന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിള്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അതായത് എങ്ങനെ അറിയോ? ഇവിടെ നിങ്ങൾ കൊടുക്കുന്നത് 100 ന്യൂട്ടനാണ് എഫേർട്ട് കൊടുക്കുന്നത് വിചാരിക്കുക. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ 2 മീറ്ററാണ് ഹൈറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിനെ നമ്മൾ എന്താണ് ഇങ്ങോട്ട് എത്തിക്കാൻ എത്ര എഫേർട്ട്? അപ്പോൾ ഇവിടുത്തെ ലോഡ് നമുക്ക് അറിയൂല, ലോഡ് കണ്ടെത്താൻ പറയും. അപ്പോൾ ലോഡ് കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്ര ഉള്ളൂ? ഇവിടുന്ന് ഒരു എഫേർട്ട് കൊടുത്ത് ഇത്രയും ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം? നീക്കി കൊണ്ടുപോകണം. അപ്പോൾ ഇവിടുത്തെ എഫേർട്ട് ഇൻറ്റു ലെങ്ത് ഈസ് ഈക്വൽ ടു ഇതേ ആ ലോഡ് നമ്മൾ നേരെ മുകളിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു അതിൻ്റെ ഹൈറ്റാണ്. അപ്പോൾ ഇവിടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 കിട്ടിയിട്ടുണ്ട്, ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 കിട്ടിയിട്ടുണ്ട്, ഈസ് ഈക്വൽ ടു ലോഡ് കണ്ടെത്തണം, H എന്ന് പറഞ്ഞാൽ 2 കിട്ടി. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരാ. അപ്പോൾ ബൈ 2. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്ത് വരും? 400/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 200 കിട്ടി. അപ്പോൾ ലോഡ് എന്ന് പറഞ്ഞാൽ 200 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രോബ്ലങ്ങൾ വരും. ഇതേപോലത്തെ വലിയ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും നമ്മൾ. അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇപ്പം ഞാൻ വെറുതെ ഒരു ചെറിയ ചാപ്റ്റർ ഒന്ന് റിവിഷൻ പോലെ പെട്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇൻക്ലൈനഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെത്തണം? L/H. ലെങ്ത് കൂടിയാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുന്നു. അപ്പോൾ നമ്മൾ ചുരം കയറുന്നൊക്കെ സങ്കല്പിച്ച് നോക്കുക, വെയിറ്റ് കയറ്റുന്നൊക്കെ സങ്കല്പിക്കുക. ഈ ചെരിവുതലം കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ വെഡ്ജിലും നമുക്ക് പഠിക്കാനുള്ളത് തന്നെ ഉള്ളൂ. എന്താണ്? ഒരൊറ്റ ഇക്വേഷൻ മാത്രം. എന്താണ്? MA = L/H. MA = എന്താണ്? L/H. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ലെങ്ത്, ഇതാണ് വിഡ്ത്ത്. ഇതാണ് ലെങ്ത്, ഇതാണ് വിഡ്ത്ത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിഡ്ത്ത് മാക്സിമം കുറയ്ക്കുക, ലെങ്ത് മാക്സിമം കൂട്ടുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയും വെഡ്ജ്, അതായത് ഇതെന്ത് ചെയ്യും?
മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതൊരു 30 സെൻറ്റിമീറ്റർ ആണ്, ഇതൊരു 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ നീളം ഒരു 30 സെൻറ്റിമീറ്ററും വിടുത്ത് ഒരു 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്ര വെച്ചാൽ നമ്മൾ ഈ ഇക്വേഷനിൽ ലെങ്ത് എത്ര 30 സെൻറ്റിമീറ്റർ ബൈ ഹൈറ്റ് എത്ര ഒരു 6 സെൻറ്റിമീറ്റർ, അപ്പോൾ 6 5 30 5 എന്ന് കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രോബ്ലങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ 3 ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ് അനുയോജ്യമായത്? ഇതാണ്. കാരണം ലെങ്ത് കൂടിയിട്ട് ഹൈറ്റ് വിടുത്ത് കുറയ്ക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു ഡബിൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഇരട്ട ചെരിവുതലമാണ് ഇത് നമ്മളെ വെഡ്ജ് എന്ന് പറയുന്നത്, ആപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് പോയിന്റ് സ്ക്രൂ ജാക്ക് എന്ന് വരുമ്പോഴും നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട ഈ ഒരൊറ്റ കാര്യം മാത്രമുള്ളൂ. ഏതാണ്? അതായത് ഈ ഒരു ഇക്വേഷൻ മാത്രം. എന്താണ് നമ്മൾ ഇക്വേഷൻ? അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ L/H തന്നെയാണ് ഇവിടെയും. അപ്പോൾ ആ ഏറ്റവും അവസാനത്തെ 3 കാര്യങ്ങൾക്ക് ഒരേ ഇക്വേഷൻ വരും. ഇവിടെ ഈ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി ത്രെഡ്, ലെങ്ത് ഓഫ് ദി ത്രെഡ്, ഒരു ഒറ്റ ത്രെഡിൻ്റെ ഇത് അവിടെ കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഈ ഓരോ ത്രെഡിൻ്റെ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത് ബൈ അതോടൊപ്പം തന്നെ പിച്ച് എന്ന് ഓർത്ത് വയ്ക്കുക. പിച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇതിൻ്റെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 2 സ്ക്രൂ ഇവിടെ വരച്ചേക്കാം. ഇവിടെ ആകെ 2 ത്രെഡ് ഉള്ളൂ എന്ന് വിചാരിക്കുക. വേറൊന്നിൽ എന്ത് ചെയ്തു? ത്രെഡിൻ്റെ എണ്ണം കൂടി. ത്രെഡിൻ്റെ എണ്ണം കൂടുമ്പോൾ ഈ ത്രെഡിൻ്റെ ഡിസ്റ്റൻസ് കുറയൂലേ, അപ്പോൾ ഈ ഹൈറ്റ് കുറയും. അതുപോലെ തന്നെ ത്രെഡിൻ്റെ ലെങ്ത്ത് കൂടൂലേ, അപ്പോൾ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഈ ഒരു സ്ക്രൂവിലൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ ത്രെഡുകൾ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് കൂട്ടാനാണ്. കൂട്ടത്തിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഈ ഹൈറ്റ് എന്ത് ചെയ്യും? കുറയ്ക്കും. ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇടയിലുള്ള ഈ വിടുത്ത് എന്ത് ചെയ്യും? കുറയ്ക്കാൻ പറ്റും. അപ്പോൾ വിടുത്ത് കുറയ്ക്കുക, അതായത് പിച്ച് കുറയ്ക്കുക. H എന്ന് പറഞ്ഞാൽ നമുക്ക് പിച്ച്, അതിൻ്റെ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്, അത് കുറയുക. ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? സ്ക്രൂ ജാക്ക്, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. മക്കളെ, അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നോക്കി, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റും ഞാൻ എന്ത് ചെയ്തു? കുറച്ച് സ്പീഡിൽ ഞാൻ എന്ത് ചെയ്തു? ഫാസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 തവണ നിങ്ങൾ കേൾക്കണം. ചാപ്റ്ററിൻ്റെ അകത്തുള്ള കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നമുക്കൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ആ 5 മാർക്കിൻ്റെ ചോദ്യം മനസ്സിലാക്കാൻ ഈ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വലിയ വലിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നമുക്ക് സിമ്പിളാക്കാം, അടിപൊളിയാക്കാം, കിടുവാക്കാം, പുളിയാക്കാം, സെറ്റാക്കാം.